അധികല്ലേ നമ്പർ ആക്കാൻ വേറെ പൈസ വേണ്ടേ? നമ്പർ ആക്കിയിട്ടാണെങ്കിൽ നമുക്കൊരു 13 ലക്ഷം രൂപ കൊടുക്കേ. ഹിസ്റ്ററി ഇല്ല, ഫ്ലഡ് ഇല്ല, ടോട്ടൽ ലോസ് ഇല്ല, കമ്പനി ടു കമ്പനി സർവീസ്, ഒരു ഭാഗം റീപ്ലേസ് ഇല്ല, മെയിൻ ഗ്ലാസ് അടക്കം ഒറിജിനൽ. എത്ര ചോദിക്കണം? 8.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 8.25 ലക്ഷം. നിങ്ങൾ അന്തം വീഴുന്ന കിലോമീറ്റർ ആണ്. വെറും 80,000 കിലോമീറ്റർ ജെനുവിൻ ഹിസ്റ്ററി. വെറും പറഞ്ഞ 80,000. മലയിൽ മീഡിയ ഒരു ഫോർച്യൂണർ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതമുണ്ട്. ഒരു 5 ഫോർച്യൂണറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ 2 വീൽ ഉണ്ട്, 4 വീൽ ഉണ്ട്, മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, ലോ കിലോമീറ്റർ ഉണ്ട്, സിംഗിൾ ഓണർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോവാം. നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാൻ പോകുന്നത് ആദിൽ ബ്രോ ആണ്. ബ്രോ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോയിൽ. ഇതുവരെ പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഓഫീസിലെ സ്റ്റാഫാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നമ്മളെ വണ്ടികളൊക്കെ എങ്ങനെയുണ്ട്? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. സിംഗിൾ ഓണർ വണ്ടി വേണ്ടവർക്ക് സിംഗിൾ ഓണർ വണ്ടി ഉണ്ട്, സെക്കൻഡ് ഓണർ വണ്ടി വേണ്ടവർക്ക് സെക്കൻഡ് ഓണർ വണ്ടി ഉണ്ട്. അപ്പൊ നല്ല വണ്ടികളാണെന്നാണ് പറഞ്ഞത്, തള്ളി മറിക്കണല്ലോ. അല്ല എന്നാ നമുക്ക് നേരെ ഡീറ്റെയിലേക്കാണ് പോവാം. കമോൺ ഗൈസ്. ആദ്യമായിട്ട് നമുക്ക് 2011 മോഡല് 4x4 അല്ലേ? 4x4 മാനുവൽ GR-ന്റെ കിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ടോട്ടൽ ലോസ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗം എത്രയുണ്ട്? ഒരു 70% ടയർ ഭാഗങ്ങളൊക്കെ 70% ഉണ്ട്. എത്ര കിലോമീറ്റർ അത് ഓടിയുള്ളത്? 2,15,000. 2,15,000 ജെനുവിൻ ആണോ എന്നാണ് മീറ്ററിൽ ഇപ്പോൾ അതാണ് കാണുന്നത്. മീറ്ററിൽ 2,15,000 ആണ് കാണുന്നത്. എടുക്കുന്നവർ ഇത് ചെക്ക് ചെയ്യാം. ജെനുവിൻ ആണെന്നാണ് ഇതിന്റെ പാർട്ടി പറയുന്നത്. നമുക്ക് അങ്ങനെ കൺഫേം പറയാൻ പറ്റില്ല. പിന്നെ ഓണർ എത്ര ആയിട്ടുണ്ട്? ഓണർ 5ാമത്തെ ഓണറാണ്. 5ാമത്തെ ഓണർ കിടക്കുന്ന വണ്ടിയാണ്. പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. GR-ന്റെ കിറ്റൊക്കെ കയറ്റിയിട്ടുണ്ട്. ഒരു ആവറേജ് ക്വാളിറ്റി വണ്ടി. KL53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ. അതെ. എത്രയാണ്? 5ാമത്തെ ഓണർ ആയിട്ട് 2 ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട്. റേറ്റ് ഓവർ ചോദിക്കരുത്. ഇല്ല, നമ്മളൊരു മാന്യമായ റേറ്റ് നമ്മൾ ചോദിക്കുന്നുണ്ട്. എത്ര ചോദിക്കണം? 8.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 8.25 ലക്ഷം രൂപ. അത് അധികല്ലേ? അധികമൊന്നും അല്ല അലിക്ക. GR-ന്റെ കിറ്റൊക്കെ കയറ്റിയിട്ടുണ്ടല്ലോ. എത്ര എന്നാലും കുറച്ച് കൊടുക്കൂലേ? എന്തേലൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കും, കമ്മിയാക്കി തരും ചെയ്യും. അപ്പോൾ ഈ ഒരു വാഹനം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. ഫിനാൻസ് കിട്ടൂല. അപ്പോൾ അടുത്തതായിട്ട് ഇനി 2011 12ലേക്ക് കിടക്കാം. ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, ഫ്ലഡ് ഇല്ല, ടോട്ടൽ ലോസ് ഇല്ല, കമ്പനി ടു കമ്പനി സർവീസാ, ഒരു ഭാഗം റീപ്ലേസ് ഇല്ല, മെയിൻ ഗ്ലാസ് അടക്കം ഒറിജിനൽ. മോഡൽ എത്രയാ? 2012 4x4 മാനുവൽ വണ്ടി. 4x4 മാനുവൽ. ടയറൊക്കെ 80-90% ഉണ്ടല്ലോ. 90% ടയർ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. വർക്കിംഗ് എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളി വർക്കിംഗ്. മിയ ക്വാളിറ്റി എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഒരു നെഗറ്റീവും ആരും പറയില്ല. അത്രയും ഗ്യാരണ്ടി. ഓൻ അത്രയും ഗ്യാരണ്ടി പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ അതിന് ഉണ്ടാവും തോന്നുന്നു. ആകെയുള്ള ഒരു ഫാൾട്ട് എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഓണർ ആയിട്ടുണ്ട്. അതാണ് നമ്പർ ആക്കിയോണ്ട് 4ാമത്തെ ഓണർ ആയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ഈ മുതലിനെ ആസ്ക് ചെയ്യുന്നത്? 2012 വണ്ടിയാണ്. 11 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. എന്തേലൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം. നമ്പർ ആക്കിയിട്ടുണ്ട്. ലോൺ കിട്ടില്ലല്ലോ? ലോൺ കിട്ടും. 12 വണ്ടിക്ക് കിട്ടും. സേട്ട് ഫിനാൻസ് കിട്ടും. സേട്ട് ഫിനാൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട. വെറുതെ ആൾക്കാർ പലിശ കൊടുത്ത് മുടിയും. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അല്ല, എന്നാലും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. 2012 ലോൺ കിട്ടൂല. ബാങ്കിൽ നിന്ന് എക്സ്പയറി ഡേറ്റ് വരെ ബാങ്ക് ലോൺ കൊടുക്കുള്ളൂ. ഇപ്പോൾ 27 എക്സ്പയറി ആവും. 2012 മോഡൽ. ഇപ്പോൾ 2025 കയ്യാറായി. അപ്പോൾ ലോൺ നമ്മൾ പ്രൊമോട്ട് ചെയ്യണ്ട. ലോൺ കിട്ടൂല. മിനിമം ഫുൾ ക്യാഷ് ഉള്ളവർ ലോൺ കിട്ടുന്ന വണ്ടികൾ നമ്മുടെ അടുത്തുണ്ട്. അത് വേണ്ടേ? അപ്പൊ നമുക്ക് 13 പരിചയപ്പെടാം. ഓട്ടോമാറ്റിക് വണ്ടി. അതിന് ലോൺ കിട്ടുമല്ലോ? അതിന് ലോൺ കിട്ടും. ഇത് എത്ര മോഡല്? ഇത് 2013 ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1.5 ലക്ഷം കിലോമീറ്റർ ഇപ്പൊ മീറ്ററിൽ കാണുന്നത്. അത് ജെനുവിൻ ആണോ അല്ലെന്ന് എനിക്കറിയൂല. 1.5 ലക്ഷം കിലോമീറ്റർ വണ്ടി. ഫ്ലഡ്, ടോട്ടൽ ലോസ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അതിന് ഗ്യാരണ്ടി. വണ്ടി എങ്ങനെയുണ്ട്? ക്വാളിറ്റി, എഞ്ചിൻ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉഷാറാണ്. സീറ്റ് കവറൊക്കെ കുറച്ച് കവറൊക്കെ ഒരു ചെറിയൊരു ചെറിയ ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളത് തന്നെയാണ്. മറച്ചൊക്കെ ആവശ്യമൊന്നുമില്ല. അപ്പോ എത്രാമത്തെ ഓണർഷിപ്പ്? ഇതിന് 4ാമത്തതാണ് വരുന്നത്. 4ാമത്തെ ഓണറായിട്ടുണ്ട്. കേരള നമ്പർ ആയ വണ്ടി. KL52 പട്ടാമ്പി രജിസ്ട്രേഷൻ വണ്ടി. ഒരു ആവറേജ് ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി എന്ന് പറയാനില്ല. അപ്പൊ ഈ വാഹനത്തിന് എത്രയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്? ഇതിന് നമ്മള് 11,80,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഈ LED ഹെഡ്ലൈറ്റ് ഒക്കെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മറ്റേ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബമ്പറൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ. 11,90,000
ടയറും ഉണ്ട്. അതെ. ലോൺ എത്ര കിട്ടും ഇതിന്? ലോൺ ഇതിന് നമുക്ക് ഒരു 9.5 ലക്ഷം രൂപ പാർട്ടിക്ക് വാങ്ങി കൊടുക്കാം. 9 ലക്ഷം രൂപ കാണാം. പിന്നെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 9.5 എന്തായാലും കിട്ടും. 2 വർഷം മാക്സിമം കിട്ടും. ഒരു 30 മാസം കണക്കാക്കാം. അതേ കിട്ടുള്ളൂ. അതെ. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയി ചെയ്ത് കൊടുക്കും. ഇനി അടുത്തതായിട്ട് ഒരു 14 ഹൈ ക്വാളിറ്റി വണ്ടി കാണുമ്പോ തോന്നുന്നുണ്ട് ഹൈ ക്വാളിറ്റി ആണെന്ന്. നമ്മൾ ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക. എത്ര ഇതിന്റെ മോഡൽ ഡീറ്റെയിൽ? 2014 സിംഗിൾ ഓണർ വണ്ടി 1,54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2014 4x4 മാനുവല്, സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. എല്ലാം ഉള്ള വണ്ടി. ഇത് കച്ചവടക്കാരെ വണ്ടി അതോ വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്താ? നേരെ ഡയറക്റ്റ് പാർട്ടിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്താണ്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 70% ടയർ ഉണ്ട്. 70% ഉണ്ട്. വല്ല എറർ മെസ്സേജോ മെക്കാനിക്കൽ പ്രോബ്ലംസോ എന്തെങ്കിലും ഇല്ല? ഒന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. തേങ്ങ വീണിട്ടാണോ അടക്ക വീണിട്ടാണോ അതെന്താണെന്ന് അറിയൂല. ബോണറ്റ് ഹെഡ്ലൈറ്റ് ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. അപ്പൊ ഈ ഒരു വാഹനത്തിന് ഇപ്പൊ 2014 4 സിംഗിൾ ഓണർ 1,54,000 കിലോമീറ്റർ ഓടിയ വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. എത്ര രൂപക്ക് ഈ ഇപ്പൊ നമ്പർ ആയിട്ടില്ലല്ലോ? ഇല്ല. NOCയിൽ എത്ര രൂപക്ക് ഈ വാഹനം കൊടുക്കും? NOCയിൽ നമുക്കൊരു 11,90 കൊടുക്കാം. വേണ്ട, NOCയിലല്ലേ, ഒന്നും കുറക്ക്. എന്തേലൊക്കെ നമുക്ക് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാലിക്കാ. ഇന്ന് 90 അധികല്ലേ? നമ്പർ ആക്കാൻ വേറെ പൈസ വേണ്ടേ? നമ്പർ ആക്കിയിട്ടാണെങ്കിൽ നമുക്കൊരു 13 ലക്ഷം രൂപ കൊടുക്കേ. അത് പറയാം, അതൊരു ന്യായം. കാരണം 1,70 നമ്പർ ആവാനാവും. അപ്പൊ ഒരു 13 ലക്ഷം, എന്നാലും അതിലും കുറയും. എന്തേലൊക്കെ കച്ചവടത്തിന് ഇരിക്കുമ്പോ നമുക്ക് കൊടുക്കാം. നിങ്ങളെ പാർട്ടിയൊക്കെ അല്ലേ, നമുക്ക് ചാവി കൊടുക്കുമ്പോ നല്ലൊരു ഹിന്ദി പാട്ടൊക്കെ ഇട്ട് ബിസ്മി ചൊല്ലിക്കാണ്ട് കൊടുക്കാം. നല്ല പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി അടിപൊളിയാക്കിയിട്ട് 13 ലക്ഷത്തിൽ എന്തെങ്കിലും താത്തിട്ട് കേരള നമ്പർ ആക്കിയിട്ട് ഏത് RT ഓഫീസാണോ RT ഓഫീസിൽ നമ്പർ ആക്കാം. ഫാൻസി നമ്പർ അതും എടുക്കാം. ഇതാ കിടക്കുന്ന ഒരു പുലിക്കുട്ടി, ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്നതാണ്. 4x4 ഓട്ടോമാറ്റിക്. മലയും കയറാ കുന്നും കയറാ. 2015 മോഡല്. ഓണർ എത്ര ആയിട്ടുണ്ട്? ഓണർ സെക്കൻഡ് ഓണർ. അത് ഓണർഷിപ്പ് കൂടാൻ കാരണം എങ്ങനെയെന്നാല് അലിക്ക, അതായത് ഇത് ഹരിയാനയിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തപ്പോ കേരളത്തിക്ക് അവര് NOC എടുക്കാതെ തരൂലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു പാർട്ടിയുടെ പേരിൽ ഹരിയാനയിൽ തന്നെ NOC എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ശരിക്കും സിംഗിൾ ഓണർ യൂസ് ചെയ്ത വണ്ടിയാണ്. വക്കീലിന്റെ ചിഹ്നം കാണുന്നുണ്ട്. വക്കീലിന്റെ വണ്ടി വാദിക്കാൻ വരുമോ? ഇല്ല, ഒരു വാദിക്കാനും വരില്ല. വണ്ടി ടോട്ടലി ഒരു വൃത്തി കുറവുണ്ടല്ലോ. അത് ഒന്ന് കഴുകാത്തോണ്ട് തോന്നുന്നു. കഴുകിയിട്ട് കൊണ്ടാക്കേണ്ട വീഡിയോ നിങ്ങൾ പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ 4x4 ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ചോദിച്ചില്ല. കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. എന്നാ പറയ്, നിങ്ങൾ അന്തം വിടുന്ന കിലോമീറ്റർ ആണ്. വെറും 80,000 കിലോമീറ്റർ ജെനുവിൻ ഹിസ്റ്ററി. വെറും പറഞ്ഞ 80,000 കിലോമീറ്റർ ജെനുവിൻ ഹിസ്റ്ററി. അപ്പൊ ഒരു നല്ല കിലോമീറ്റർ കുറഞ്ഞ വണ്ടിയാണ്. കാരണം കൂടുതൽ കാലം ഉപയോഗിക്കേണ്ട ആൾക്കാർക്കൊക്കെ 83,000 കിലോമീറ്റർ ഒരു കുഴപ്പമില്ലാത്തൊരു ഇതാണ്. എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാത്രം ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കല്ലടിച്ച് മാറിയതാണ്. പുറത്തുനിന്ന് വരുന്ന 90% വണ്ടി കല്ലടിച്ച് മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടോ ഒന്ന് നോക്കാം. 2015 തന്നെയാണോ? മാറിയില്ലേ? ഇത് മാറിയിട്ടില്ലേ? എന്തെങ്കിലും പറയല്ലേ? പോയതാണ്. ശരി, മെയിൻ ഗ്ലാസ് ഇല്ലാത്ത പ്രശ്നം ഒരു വണ്ടിമ പറയരുത്. എന്തേലൊക്കെ നമുക്കൊന്ന് പറയാൻ വേണ്ടേ? അത് ശരിയാ. അപ്പൊ 2015 മോഡല് ഓൾ ഒറിജിനൽ മെയിൻ ഗ്ലാസ്, ബോണറ്റ്, ഡിക്കി, ഡോർ ഗ്ലാസ് ഓൾ ഒറിജിനൽ ഉള്ള 83,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വണ്ടി. സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർ വണ്ടി. സൂപ്പർ ക്വാളിറ്റി പറയാലല്ലേ? ധൈര്യമായിട്ട് വരാം. ഇനി ഇതിന്റെ റേറ്റ് പർച്ചേസ് ചെയ്യുന്നവര് നല്ലൊരു പോളിഷും നല്ലൊരു ഇന്റീരിയർ വാഷും ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ചാവിയും മറ്റേ കേക്ക് ടാങ്ക് ഡീസലും കൊടുക്കും. നമ്മള് ചാവിയൊക്കെ കേക്കൊക്കെ മുറിച്ച് നല്ലൊരു അടിപൊളിയാക്കിട്ട് കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു. ഓക്കെ, അതൊക്കെ സംഭവം സോപ്പിടിലൊക്കെ സംഭവം ശരിയാണ്. റേറ്റ് പറഞ്ഞില്ല. നമുക്ക് NOCയില് 15.5 ലക്ഷം രൂപക്ക് കൊടുക്കാം. NOCയില് 2 ലക്ഷം രൂപ നമ്പർ ആക്കാനുള്ള ചാർജും വരും. 17.5 ലക്ഷം റുപ്യ. അത് കൂടുതലല്ലേ? നമുക്ക് കച്ചവടക്കല്ലേ, എന്തേലൊക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഫുൾ ടാങ്ക് ഡീസലും കൊടുക്കണില്ലേ? അത് ഡീസലിനാകെ ചെറിയ പൈസ വരുള്ളൂ. 4x4 ആണ്. 4x4 ഓട്ടോമാറ്റിക് ആണ്. ഒരുപാട് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടിയാണ്. 83,000 കിലോമീറ്റർ ലാമ്പിന്റെ അടപ്പൊക്കെ ഇവിടെ പോയി. എന്താ സംഭവം എന്ന് ചോദിച്ചാലേ, ഹരിയാനയിൽ ഇങ്ങനെ പോരുന്നു. ഭയങ്കര രസം. 100 100 അല്ല 200 വന്നത്.
പെട്ടെന്ന് കണ്ടുകൊണ്ടു ഒരു ഗട്ടറിലാണ് ചാടണു. അപ്പൊ അവിടെ ഒരു ഫ്ലാപ്പ് ഉണ്ടാവും. അല്ലാതെ കസ്റ്റമർ കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ ഓരോ സാധനങ്ങൾ കൊഴിഞ്ഞാടുവോ? അതൊന്നും ചാടൂല, ഒന്നും ചാടൂല എന്ന് പറഞ്ഞാൽ ഒന്നും ചാടൂല. അങ്ങനെ നിങ്ങൾ ചാടുകയാണെങ്കിൽ നമ്മളെ വൺ ഡ്രൈവ് പോരി, നമ്മൾ മാറ്റി കൊടുക്കാൻ തയ്യാറാണല്ലോ. അല്ല, മാറ്റി കൊടുക്കാൻ സ്ഥിരം ഇങ്ങനെ വരണ്ടേ? ഇല്ല, അതൊന്നും വരില്ല. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, വാഷ് ചെയ്യാനുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. വന്ന കണ്ടീഷൻ ഹരിയാനിന്ന് വന്ന് ചാവി ഇപ്പൊ പോക്കറ്റിലിട്ടുള്ളൂ തോന്നുന്നില്ലേ? അല്ലല്ല, 2 ദിവസമായി വന്നിട്ടില്ലേ? അപ്പൊ കഴുകിയിട്ടും വൃത്തിയാക്കിയിട്ടും ഒന്ന് പോളിഷ് ചെയ്തിട്ടൊന്നുമില്ല, അതൊക്കെ ചെയ്തിട്ട് കൊടുക്കും. 15.5 ലക്ഷം NOC നമ്പർ ആവാൻ 2 ലക്ഷം വേറെ കാണേണ്ടി വരും. 17 ലക്ഷം 4x4 ആണ് 83,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ റേറ്റിലൊക്കെ കുറച്ച് കൊടുക്കണം. നമ്മൾ മലയാള മീഡിയയിലെ മലയാള മീഡിയയിലെ ഏത് ഫോളോവേഴ്സ് വന്നിട്ടും ഞാൻ അലിഖാന്റെ വീഡിയോ കണ്ടിട്ടാ വന്നതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മാക്സിമം റേറ്റ് നമ്മൾ ചെയ്തിട്ട് കമ്മിയാക്കി തരുന്നത് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ റേറ്റും കാര്യങ്ങളൊന്നും അന്തിമമല്ല, എന്തെങ്കിലുമൊക്കെ ഫിക്സഡ് കുറച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇതുപോലെ കാണുന്നവരേക്കും കാണാം. ടാറ്റ, ബൈ ബൈ.